ഹൈ സ്റ്റുഡൻസ്, ബേസിക് സയൻസ് അഥവാ അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു USS ചോദ്യം നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ലൂണാർ എക്ലിപ്സ് ഈസ് ഫാൾസ്? ചന്ദ്രഗ്രഹണത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ലൂണാർ എക്ലിപ്സ് ഹാപ്പൻസ് വെൻ ഷാഡോ ഓഫ് എർത്ത് casts on the moon. At the time of lunar eclipse, the earth comes between the sun and the moon in a straight line. Lunar eclipse occurs on a full moon day. Lunar eclipse occurs on all full moon day. So, ഓപ്ഷൻസ് ഞാൻ മലയാളത്തിലൂടെ വായിക്കാം. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാവുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും, ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിൽ വരുമ്പോൾ ഭൂമിയുടെ നിഴല് ചന്ദ്രന്റെ മേലെ പതിക്കുമ്പോഴാണ് ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി സൂര്യന് ചുറ്റും, സൂര്യന് ചന്ദ്രൻ തമ്മിൽ നേരായ രേഖയിൽ വരുന്നു. പൗർണമി ദിവസത്തിലാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. എല്ലാ പൗർണമി ദിവസങ്ങളിലും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നു. ഓപ്ഷൻ ഡി, അതായത് ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺ എവറി ഫുൾ മൂൺ ഡേ. എല്ലാ പൗർണമി ദിവസങ്ങളിലും ലൂണാർ എക്ലിപ്സ് ഉണ്ടാകും എന്നുള്ളത് ഓപ്ഷനായ ഡി ആണ് തെറ്റായ ഉത്തരം. നമുക്കറിയാം, ഏതെങ്കിലും ഒരു പൗർണമി ദിവസം, അതായത് ഫുൾ മൂൺ ഡേ ഒക്കർ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ചന്ദ്രഗ്രഹണം, അതായത് ലൂണാർ എക്ലിപ്സ് ഉണ്ടാകുന്നത്. എല്ലാ ഫുൾ മൂൺ ഡേയും ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഡ്യൂറിംഗ് വിച്ച് ഫേസ് ഈ സോളാർ എക്ലിപ്സ് ഈസ് പോസിബിൾ? ഓപ്ഷൻ എ ന്യൂ മൂൺ, ഓപ്ഷൻ ബി ഫസ്റ്റ് ക്വാർട്ടർ ഓഫ് മൂൺ, ഓപ്ഷൻ സി ഫുൾ മൂൺ, ഓപ്ഷൻ ഡി വെയിനിങ് ക്രസന്റ് മൂൺ. ചോദ്യം, ഏത് ഘട്ടത്തിലാണ് സൂര്യഗ്രഹണം സാധ്യമാകുന്നത്? അമാവാസി, ഒന്നാം പാദത്തിലെ ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ, ക്ഷയിച്ചു കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ. സോളാർ എക്ലിപ്സിന്റെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ശരിയായ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തുക.